നമസ്കാരം. ഖത്തറിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നത്. ഖത്തറിൽ സംഭവിച്ച ഒരു ദുരിത വാർത്ത. ഖത്തറിൽ കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവരുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ തന്നെ 6 പേർ മരിച്ചതായും 27 പേർക്ക് പരിക്കേറ്റതായും വിദേശ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരണക്കണക്കുകൾ ഇതുവരെ കൃത്യമായി പുറത്തു വന്നിട്ടില്ല. പരിക്കേറ്റവരുടെ എണ്ണവും ഇതുവരെ കൃത്യമായല്ല പുറത്തു വന്നത്. അവരുടെ ഊഹങ്ങളും അതുപോലെ ആശുപത്രി അധികൃതർ പറഞ്ഞതുമനുസരിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ തന്നെ പരിക്കേറ്റവരുടെ മിക്കവരുടെയും നിലയെക്കുറിച്ചും അതുപോലെ എത്രയാണ് കൃത്യമായ എണ്ണമെന്നും പുറത്തുവരും. പരിക്കേറ്റവരിൽ മിക്കവരുടെയും നില അതീവ ഗുരുതരമായി തന്നെയാണ് തുടരുന്നതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തയും. പെട്ടെന്ന് തന്നെ എല്ലാവരെയും ആശുപത്രികളിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഇവർ കൂട്ടിച്ചേർക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ വലിയൊരു സംഘം തന്നെ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത് എന്ന് അവിടെയുള്ള അധികൃതർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനോദയാത്രാ സംഘത്തിൽ മലയാളികളും കർണാടക സ്വദേശികളുമാണ് ഉണ്ടായിരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ കൃത്യമായി എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന് ഇതുവരെ വിവരം പുറത്തു വന്നിട്ടില്ല. ആരൊക്കെയാണ് മരിച്ചത്, ആരൊക്കെയാണ് ആശുപത്രിയിൽ എന്നുള്ള വിവരം കൃത്യമായി ഇവരെ പുറത്തു വന്നിട്ടില്ല. എല്ലാവരും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വലിയൊരു സംഘം തന്നെയാണ് ഈ വിനോദയാത്രയ്ക്ക് ഉണ്ടായിരുന്നതെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഒരു വലിയ ഫാമിലി തന്നെ ഇതിലുണ്ടായിരുന്നു. സംഘം സഞ്ചരിച്ചിരുന്ന ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും ബസ്സിലുണ്ടായിരുന്നവരും പറയുന്നത്. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട് ദൃക്സാക്ഷികൾ സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ബസ് മറിയുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പെട്ടെന്ന് തന്നെ ഇത് മറിയുകയായിരുന്നു എന്നാണ് ബസ്സിലുള്ളവർ പറയുന്നത്. വടക്കുകിഴക്കൻ കെനിയയിൽ തന്നെ ഞാണ്ടറുവ പ്രവിശ്യയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് സ്ഥിരീകരണം പുറത്തുവരുന്നത്. മരിച്ചവരിൽ തന്നെ 4 പേർ പുരുഷന്മാരും 1 സ്ത്രീയും 1 കുഞ്ഞുമാണ് ഉള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്. ഇവരൊക്കെ ഏത് സ്വദേശികളാണെന്നും എന്ത് പ്രായമുണ്ടെന്നും ഇതുവരെ പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നില്ല. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇവരുടെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് നാട്ടിലുള്ളവരും അവിടെയുള്ളവരും തന്നെ. മരണപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്ത് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒന്ന്. തിങ്കളാഴ്ച പ്രാദേശിക സമയം വൈകിട്ട് 4 മണിയോടെയാണ് ഈ അപകടം നടന്നത് എന്നാണ് കൃത്യമായി പറയുന്നത്. ഞാഹുരുവിലെ പനാരി റിസോർട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ ബസ് കുഴിയിലേക്ക് മറിഞ്ഞത് എന്നാണ് പറയുന്നത്. ഏകദേശം 100 മീറ്റർ താഴ്ചയുള്ള കൊക്കയിലേക്കാണ് ഈ ബസ് മറിഞ്ഞത്. അപകടത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. മലയാളികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ആശങ്കയിലാണ് എന്ന് തന്നെ പറയണം. എത്ര പേർ ബസ്സിലുണ്ടായിരുന്നു എന്ന കൃത്യമായ കണക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടും കൂടുതൽ ആശങ്ക ഉയരുന്നുണ്ട്. അതറിഞ്ഞാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളും കണക്കുകളും പുറത്തുവിടാൻ സാധിക്കൂ. അതുവരെ ആശങ്ക തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് അറിയുന്നത്. വളരെ വലിയ ദുരന്തമാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ ആളുകൾ രക്ഷിക്കാനുള്ള നടപടി വളരെ വേഗത്തിലുണ്ടായിരുന്നു. വേഗത്തിൽ തന്നെ അവിടുത്തെ ആളുകളെല്ലാം ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി. വരും മണിക്കൂറിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ബന്ധുക്കളും നാട്ടുകാരും അങ്ങോട്ടേക്ക് പോയവരെയും അവിടെയുള്ള അധികാരികളെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കുന്ന കൺട്രോളിലല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അധികം സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വാർത്തയിൽ തന്നെ പറയുന്നത്. വളരെ വേഗം തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തനം അധികൃതർ സാധിച്ചെടുത്തത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലൂടെ രക്ഷപ്പെടുത്താനും ആശുപത്രികളിലേക്ക് എത്തിക്കാനും സാധിച്ചു എന്ന് പറയുന്നു. അതുകൊണ്ട് വലിയ രീതിയിലേക്ക് ഈ അപകടം പോയില്ല എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. വരും മണിക്കൂറുകൾ വളരെയധികം നിർണായകമെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയോടെയും ഭയത്തോടെയുമാണ് നോക്കിക്കാണുന്നതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇവിടേക്ക് നിരവധി കോളുകൾ വരുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവരും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും അവരവരുടെ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും പ്രാർത്ഥനയോടെ കഴിയാൻ മാത്രമാണ് ഇവിടെ നിന്നുള്ള നിർദ്ദേശമെന്നും ഇപ്പോൾ പ്രതികരിക്കുന്നു.